നമസ്കാരം. എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എൽച്ചിയോട് റയൽ മാഡ്രിഡ് 2-2 സമനിലയിൽ കുരുങ്ങിയ മത്സരത്തിൽ വിനി ജൂനിയറെ പ്ലേയിങ് ഇലവനിൽ ഇറക്കാൻ കോച്ച് സാബി അലോൺസോ തയ്യാറായിരുന്നില്ല. എംബാപ്പയും റോഡ്രിഗോയും ബെല്ലിങ്ങാവും ചേർന്ന് കണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. രണ്ടാം പകുതിയിൽ മാത്രമാണ് കോച്ച് പിന്നെ വിനി ജൂനിയറെ കളിക്കളത്തിലേക്ക് വിടുന്നത്. സ്വാഭാവികമായിട്ടും വിനിക്ക് പ്ലെയിൻ ടൈം കുറയുന്നതിൽ എതിർപ്പുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കോച്ച് വീണ്ടും അദ്ദേഹത്തെ പുറത്തിരുത്തുമ്പോൾ മാധ്യമങ്ങൾ കളിക്ക് ശേഷം കോച്ചിനോട് ചോദിച്ചു, എന്താണ് വിനി ജൂനിയർ വീണ്ടും ബെഞ്ചിലായാലും എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങളതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, വിനിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ താരങ്ങളുമായിട്ടുള്ള എൻ്റെ കണക്ഷൻ, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇപ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കിപ്പോൾ കൂടുതൽ പരസ്പരം അറിയാൻ പറ്റും എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ചുരുക്കത്തിൽ ഇത് വിനിയോട് അറിയിച്ചിട്ട് തന്നെയാണ് ടീമിൻ്റെ ഗുണത്തിന് വേണ്ടി ടാക്റ്റിക്കലി എടുത്ത തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. പക്ഷേ വിനിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. താരത്തിന് കൂടുതൽ പ്ലെയിൻ ടൈം ലഭിക്കാത്തതിൽ അസംതൃപ്തിയുണ്ട് എന്ന്. കഴിഞ്ഞ തവണത്തെ അതേ അപ്രോച്ചല്ല, അതായത് ആഞ്ചലോട്ടിയുടെ അപ്രോച്ചല്ല എന്തായാലും വിനിയോട് ഇപ്പോൾ സാബി അലോൺസോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉള്ള വിശകലനം നടത്തിയത് റിവാൾഡോ ആണെന്ന് ഞാൻ പറയും. നേരത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാബി അലോൺസോയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ടീമിൽ തൻ്റെ അപ്രമാദിത്വം ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് ടീമിലെ ഏറ്റവും മികച്ച താരത്തോട് അല്ലെങ്കിൽ സൂപ്പർ താരമായിട്ടുള്ള താരത്തോട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു പാഠമാകുമെന്ന രൂപത്തിൽ ചില കോച്ചുമാർ ചെയ്യാറുണ്ട്. അതാണ് സാബിയും ചെയ്യുന്നുണ്ടാവുക എന്നാണ് റിവാൾഡോ അന്ന് വിലയിരുത്തിയത്. ഏതായാലും അതെന്തായാലും ഇപ്പോൾ വിനിക്ക് കളിയിലുള്ള ആ ഒരു താല്പര്യം തന്നെ നഷ്ടമാകാൻ സാധ്യതയില്ലേ ബെഞ്ചിലിരുത്തുമ്പോൾ എന്ന ചോദ്യം സാബിയോട് വരുന്നുണ്ട്. അപ്പോൾ സാബി പറയുന്നത്, നോ, ബിക്കോസ് വി ടോക്ക്ഡ് അബൌട്ട് ഇറ്റ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ് എന്ന് വിനിക്ക് നന്നായിട്ടറിയാം. എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നും വിനിക്കറിയാം. അദ്ദേഹം സ്റ്റിൽ എൻഗേജ്ഡ് ആണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ പഴയ റിഥം തിരികെ പിടിക്കുന്നതിൽ എന്നാണ് സാബി അലോൺസോ പറഞ്ഞൊഴിഞ്ഞത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി എറാഫ് ടോക്സ് എടുക്കാം.